ഹൊന്നാവര ബോട്ട് ഓണേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഹംസ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഹംസ, താങ്കൾക്ക് ഈ മൃതദേഹം ലഭിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെ പങ്കുവയ്ക്കാനാകും? എപ്പോഴാണ് ഇത് കാണപ്പെട്ടത്? എന്തൊക്കെ സൂചനകൾ ലഭ്യമാണ്? ചെറിയ അവിടെ മൃതദേഹങ്ങൾ കടലിൽ ഒന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളക്കാരാണ് പറഞ്ഞത്, ചെറിയ വെള്ളക്കാർ, പാത്തി വെള്ളക്കാർ. അപ്പൊ അത് ഒരു 25 മീറ്റർ ദൂരത്തിലാണ് ഉള്ളത് കടലിൽ. അപ്പൊ 25 മീറ്റർ ദൂരത്തിൽ ഉള്ളപ്പോൾ അത് നോക്കിയിട്ട് ആള് നോക്കിയിട്ട് ആ വെള്ളക്കാർ മാത്രം വന്ന് പറഞ്ഞ് ഇവിടെ ഒരു മൃതദേഹം തേന്നിട്ടുണ്ട്, അത് ആരതൊന്നും അറിയുന്നില്ല. അപ്പൊ നമ്മളിവിടെ ഒന്നാവര ബോട്ടിലേക്ക് ഒരാള്, ജാർഖണ്ഡിന്റെ ഒരാള് വെള്ളത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു മുഞ്ഞാണ്. അപ്പൊ ആ ആള് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ആളെ മുതലാളിക്ക് പറഞ്ഞ് ഒരാളും തേന്നിട്ടുണ്ട്, കടലിലാണ്, ഒരു 25-50 മീറ്റർ ദൂരത്തിലുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് വന്നാലും നമുക്ക് കൺഫേം ആവാറെന്ന് പറഞ്ഞാൽ ആള് കോസ്റ്റലിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മൃതദേഹം ഇതുവരെ കരയിൽ വരാതെ കൊണ്ട് ഏതും ആയിട്ടില്ല. അത് ആരെ മൃതദേഹം ബോട്ടുണ്ടതോ അല്ല സീരൂർ അപകടമായത് അതിൻ്റെതോ ഏതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ അത് കരയ്ക്ക് വരാതെ അതിന് ഏതും കൺഫേം ആക്കാൻ ആവൂല. അപ്പൊ അത് ഹംസ ഇപ്പോഴും കരയിലേക്ക് എത്തിച്ചിട്ടില്ല സാർ, എത്തിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോ എത്ര സമയം എടുത്തേക്കാം കരയിലേക്കൊക്കെ എത്തുമ്പോൾ? കരയിലേക്ക് എത്തുമ്പോൾ അതിന് സംബന്ധപ്പെട്ട ആൾക്കാർ പോയാൽ അത് കരയിലേക്ക് കൊണ്ടുവരണാവും. എന്നാ ബോട്ടോ ഇത് വെള്ളക്കാരോ, ആ വെള്ളക്കാർക്ക് പറഞ്ഞാല് ചില ആള് വരണ പറഞ്ഞ്, ചില ആള് വരില്ല പറഞ്ഞ്, ചില ആള് ഞമ്മക്ക് ആവില്ല എന്ന് പറഞ്ഞ്, ഇങ്ങനെയുള്ള ആയിട്ട് വെള്ളക്കാരന്റെ ഒരു ബോട്ടിന്റെ ഓണർ ഇപ്പോ വെള്ളക്കാരടുത്ത് ചോദിച്ച് ഞമ്മളും പോയിട്ട് ഇതാക്കി കൊണ്ടുവരാന്നോ, വെള്ളക്കാർ ഞങ്ങൾക്ക് ഇപ്പൊ വരാനാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആയിക്കൊണ്ടാണ് മൃതദേഹം ആ കടലിലെല്ലാം തീർന്നിട്ടുണ്ട്. പിന്നെ കോസ്റ്റൽക്കും ഇൻഫർമേഷൻ കൊടുത്തിന്, കോസ്റ്റലും കൊടുത്തിട്ട് കോസ്റ്റലും വരെ വന്നിട്ടില്ല. ഈ എത്ര ദിവസത്തെ പഴക്കം തോന്നിക്കുന്നതാണ് പറഞ്ഞത്? എത്ര ദിവസത്തെ പഴക്കം ഈ ബോഡിക്ക് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്? ഇത് അത് ഒന്നും ഇല്ല. ഓനെ വെള്ളക്കാരെ പറഞ്ഞ് മുഞ്ഞാനെ വീഴുന്ന നാളെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഓനൊന്നും ഇങ്ങനെ മനസ്സിൽ ഓണ് തോന്നത് മുഞ്ഞാനെ വീഴുന്ന ആളാണത്, ഒറീസത്തെ ആളുണ്ടാവും, അത് ജാർഖണ്ഡിന്റെ. ഈ ജാർഖണ്ഡിലുള്ള ആളാവാനാണ് സാധ്യത അല്ലേ ഓണ് പറയുന്നത്? അത് കരയ്ക്ക് വന്നാലും നമുക്ക് കൺഫേം ആക്കാനാവും. ഓണോ വെള്ളക്കാർക്ക് ജാർഖണ്ഡ് ആൾ ആരൊന്നും അറിയുന്നില്ലല്ലോ. എന്നാൽ കുറച്ച് ഫ്രഷ് ഉണ്ട്, അത് മുഞ്ഞാണ് നിങ്ങളെ ഭൂമി ആളുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഓണ് ഇവിടെ കരയിലേക്ക് പറഞ്ഞു. അപ്പൊ അത് കരയിൽ കൊണ്ടുവന്നാൽ നമുക്ക് എല്ലാം അറിയൂ ഏത് ബോഡിയാണ് എന്താണെന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ ഇവിടുത്തെ അർജുൻ കാണാതായിട്ട് ഇത്രയും ദിവസമായി, 10-20 ദിവസം കഴിഞ്ഞു. ഇപ്പൊ ഓണ് പറഞ്ഞ കണക്കിലാണ് അർജുൻ അല്ല, അത് ഡൗട്ട്, അർജുന് ഡൗട്ട്. കാരണം പറഞ്ഞാല് അർജുനാണ് അത്ര ഫ്രഷ് ആയിട്ട് കാണൂല. അതെ, അതാണ് സാധ്യത അല്ലേ? കാരണം ഇത്രയും ദിവസം ഒരു ബോഡി വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ. അതെ സാർ, അത് 10-20 ദിവസമായി. ഞമ്മക്ക് രണ്ടിപ്പോ ഓണ് പറഞ്ഞ കണക്കിലാണ് ഇത് മുഞ്ഞാണ് മൂന്ന് ജാർഖണ്ഡിന്റെ ആള് ഒരു 80% ഞാൻ ഉറപ്പിച്ചത്, അത്രേ ഉള്ളൂ. ഒരു 80% അത് ജാർഖണ്ഡിന്റെ ആളെ ഉണ്ടാവുമെന്ന് പറഞ്ഞത് നമ്മൾ ഉറപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ബന്ധപ്പെട്ടവരൊക്കെ ഇവിടെ എപ്പോഴാണ് ഈ കരയിലേക്കൊക്കെ എത്തിക്കാനുള്ള സാധ്യത എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പുതിയ കരയിലേക്ക് കൊണ്ടുവരാനേ അപ്പൊ ഇത് അതിന്റെ ബോട്ടിന്റെ മുതലാളി ഇവിടെ പോയിട്ട് വെള്ളക്കാരടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ചിലപ്പോ വെള്ളക്കാർ പോയിട്ട് കൊണ്ടുവന്നാൽ കരയിലേക്ക് ആ മൃതദേഹം എത്തും. ഒരുപാട് ദൂരമുണ്ടല്ലേ? അത് ഒരു 50 മീറ്ററാണ്. 50 മീറ്റർ 50 മീറ്റർ 50 മീറ്റർ ദൂരം, 50-100 മീറ്ററിന്റെ ഉള്ളിലാണ്. അപ്പൊ ഒരു 6-7 മാറിലുള്ളത്. അപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ അതായത് ഒരു 80% സാധ്യതയേ ഉള്ളൂ. അത് പിന്നെ നമ്മൾ അർജുന്റെ 80% ഈ ജാർഖണ്ഡുകാരന്റെ ശരീരമാവാനാണ് സാധ്യത അല്ലേ? ശരി. ശരി സംസ്ഥാനം എന്തായാലും വീണ്ടും വിളിക്കാം.